നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 അർജന്റീനയുടെ ഒഫീഷ്യൽ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞു, ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇനി 2025 എന്തൊക്കെ കാര്യങ്ങളാണ് അർജന്റീന ദേശീയ ടീമിന് ബാക്കിയുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 2 ഇന്റർനാഷണൽ ബ്രേക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അത് ഒക്ടോബറിലും നവംബറിലുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസംബറിൽ ആ പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നു. നമ്മളതൊന്ന് ഓരോന്നായിട്ട് നോക്കുകയാണ്. അർജന്റീന ഒക്ടോബറിൽ 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ, 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ USA വെച്ച് കളിക്കുന്നു എന്ന് പറയുമ്പോൾ ഒക്ടോബർ 10 മയാമിയിൽ വെച്ച് അർജന്റീന വെനിസ്വേലയുമായിട്ട് കളിക്കുകയാണ്. അതിനുശേഷം ഒക്ടോബർ 13 ചിക്കാഗോയിൽ വെച്ച് അർജന്റീന പ്യൂട്ടോറിക്കോയുമായിട്ട് കളിക്കുകയാണ്. ഇതാണ് ഒക്ടോബർ മാസത്തിലെ അവരുടെ ഫ്രണ്ട്ലി മത്സരങ്ങൾ. നവംബർ മാസത്തിൽ അർജന്റീനക്ക് 2 ഫ്രണ്ട്ലി മത്സരങ്ങളുണ്ട്. ആ 2 കളികളുടെയും വേദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എതിരാളികൾ ഇതുവരെയും തീരുമാനമായിട്ടില്ല. നവംബറിൽ അങ്കോളയിൽ പോയിട്ട് അർജന്റീന ഒരു മത്സരം കളിക്കുന്നു. അതിനുശേഷം നേരെ നമ്മുടെ നാട്ടിലേക്ക് പറന്നിറങ്ങും. കേരളത്തിൽ അവർ കളിക്കുന്നു. ഓപ്പണന്റ് ആരാണ് എന്ന് ഇനിയും തീരുമാനിക്കേണ്ടതാണ്. അർജന്റീനക്ക് ഈ വർഷം ഇനി ബാക്കിയുള്ള 4 കളികൾ, അതിലൊന്ന് നമ്മുടെ നാട്ടിലാണ്. പിന്നെ ഡിസംബറിലാണ് വലിയ സംഭവം ഉള്ളത്. മറ്റൊന്നുമല്ല, ഫിഫ വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഡിസംബർ 5 കെന്നഡി സെന്ററിൽ വെച്ചിട്ട് ആ ഒരു വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കും. അപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ആരൊക്കെയാവും എന്ന് അന്ന് തീരുമാനമാകും. ഇതാണ് ഇനി അർജന്റീന ദേശീയ ടീമുമായി ബന്ധപ്പെട്ട് ഈ വർഷം ബാക്കിയുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.